പുതിയ സംഭവമൊന്നുമല്ല, എന്നാലും ഈ സമയത്ത് അത്യാവശ്യമുള്ള ഒരു ഐറ്റമാണ്. നമ്മുടെ സ്കൂളിലേക്ക് ഓരോ അസൈൻമെൻറ്റ് വർക്കും കാര്യങ്ങളൊക്കെ വരുമ്പോൾ A4 ഷീറ്റ് ഒന്ന് കളറാക്കി എടുക്കണ്ടേ. അപ്പോൾ ചിത്രം വരയ്ക്കാൻ അറിയാത്ത കൂട്ടുകാർക്കും അല്ലെങ്കിൽ ചിത്രം വരയ്ക്കാൻ സമയമില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഷേപ്പൊക്കെ പെട്ടെന്ന് കളർഫുൾ ആക്കിയിട്ട് പേജിൽ പ്രിൻറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രിൻറ്റിംഗ് ആയിട്ടുള്ളത് നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ. അപ്പോൾ അതാ ഇതുപോലൊരു ഷീറ്റ് നമ്മൾ കയ്യിലെടുത്തിട്ടുണ്ട്. കുറച്ചിങ്ങനെ സ്മൂത്ത് ആയിട്ടുള്ളൊരു പ്ലാസ്റ്റിക് ടൈപ്പ് ഷീറ്റ്, അതുപോലൊരു ഷീറ്റിലാണ് കേട്ടോ നമ്മളിത് വരച്ചെടുക്കുന്നത്. ഇതിൻ്റെ പേരറിയില്ല, ഫോം ഷീറ്റോ അങ്ങനെ എന്തോ മറ്റോ ആണ്. അപ്പോൾ നമ്മളിതിൻ്റെ മുകളിൽ ഇതുപോലെ ഓരോ ഷേപ്പ് മുറിച്ചെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്ലവേഴ്സോ അതല്ലെങ്കിൽ ലീഫ്, പെറ്റൽസ് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൻ്റെ മുകളിൽ ഷേപ്പ് ചെയ്തെടുക്കാം. ഈസി ആയിട്ട് മുറിക്കാനായിട്ട് പറ്റും കേട്ടോ. ഇനി നമ്മളിതാ ഇതുപോലെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ട് അതിൻ്റെ റൗണ്ട് ഷേപ്പ് മുറിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഓരോ നമ്മൾ വെട്ടിയെടുത്ത സ്റ്റാറോ ലീഫോ എന്താണെങ്കിലും അതിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ഇത്രേ വേണ്ടൂ. ഇനി ഇതിങ്ങനെ ചുമ്മാ വിടാൻ പറ്റില്ല, ഒരു ഹാൻഡിലും കൂടി പിടിപ്പിക്കണം. ഏതെങ്കിലും ഐറ്റം ഉപയോഗിച്ചിട്ട് നമുക്കൊരു ഹാൻഡിൽ ഉണ്ടാക്കിയാൽ മതി. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നോബ് പോലത്തെ ഐറ്റംസ് ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ അതിൻ്റെ ബാക്കിൽ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഈ പശയിൽ അത് കറക്റ്റായിട്ട് ഒട്ടി നിൽക്കും ചെയ്യും കേട്ടോ. അങ്ങനെ നമ്മൾ ഏതാണ്ട് ഒരു 7-8 ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറുത് വേണമെങ്കിൽ ചെറിയ സൈസിലോ അല്ലെങ്കിൽ വലിയ ഏതെങ്കിലും ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ അതുപോലെയൊക്കെ നമുക്ക് പ്രിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഈ ഷീറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും ആ കളറൊക്കെ തുടച്ച് കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് വേറെ കളർ പെയിൻ്റൊക്കെ വെച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഇത്തരം ഫോം ഷീറ്റിന്. നമ്മൾ വേറെ വല്ല കാർഡ്ബോർഡിലൊക്കെയാണ് ഈ ഷേപ്പ് മുറിച്ചെടുത്ത് വെച്ചാൽ ഒറ്റ കളറേ അതിന് ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. ഇത് നമുക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള കളർ ഉപയോഗിച്ചിട്ട് നമ്മുടെ പേജിൽ കളർ ചെയ്തെടുക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ലീഫൊക്കെ ആകുമ്പോൾ നമുക്ക് ആ മാർക്കിങ്സൊക്കെ കറക്റ്റായിട്ടൊന്ന് കാർവ് ചെയ്ത് കൊടുക്കാനും ഇത്തരം ഷീറ്റിൽ പറ്റും കേട്ടോ. അപ്പോൾ നമുക്ക് പെട്ടെന്ന് അസൈൻമെൻറ്റ് വർക്കൊക്കെ വരുമ്പോൾ നേരം ഇല്ലെങ്കിൽ ഇതുപോലെയൊക്കെ നമ്മൾ മുന്നേ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. കണ്ടിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഹാർട്ട് കമൻറ്റ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്